Binomial theorem for any positive integer n. Case 1. Expansion of x plus a all raised to n. X plus a all raised to n is equal to nc0 x raised to n a raised to 0 plus nc1 x raised to n minus 1 a raised to 1 plus nc2 x raised to n minus 2 a raised to 2 plus etc. plus ncr x raised to n minus r a raised to r plus etc. plus ncn x raised to 0 a raised to n. ഈ എക്സ്പാൻഷനെ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ ഫോർ എക്സ് പ്ലസ് എ ഓൾ റേസ് ടു എൻ. ഈ എക്സ്പാൻഷന്റെ പ്രോപ്പർട്ടീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. സീറോയിൽ സ്റ്റാർട്ട് ചെയ്ത് എന്നിൽ അവസാനിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് എത്ര ടേംസ് കാണും? n പ്ലസ് 1 ടേംസ് കാണും. അതിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കിടക്കുന്ന ടേം ആണ് ഫസ്റ്റ് ടേം is equal to nc0 x raised to n a raised to 0 which is same as x raised to n. കാരണം nc0യുടെ വാല്യൂ 1 ആണ്, a raised to 0യുടെ വാല്യൂ 1 ആണ്. സോ 1 into x raised to n എന്ന് പറഞ്ഞാൽ x raised to n. ആൻഡ് ഈ എക്സ്പാൻഷന്റെ ലാസ്റ്റ് ടേം ആണ് ncn x raised to 0 a raised to n. ncn x raised to 0 a raised to n. ഇവിടെ ncnന്റെ വാല്യൂ 1 ആണ്, x raised to 0യുടെ വാല്യൂ 1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു a raised to n. ഇനി ഇത് ഓരോ ടേംസിന് ഒരു ജനറൽ ഫോം ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ടേം അല്ലെങ്കിൽ r പ്ലസ് 1th ടേം. r പ്ലസ് 1th ടേം എന്ന് പറഞ്ഞാൽ നോക്കുക, ncr x raised to n minus r a raised to r. നമ്മൾ ഏതൊരു എക്സ്പാൻഷൻ എടുത്താലും അതിനൊരു മിഡിൽ ടേം കാണും. അപ്പൊ മിഡിൽ ടേം രണ്ട് കേസിലാണ് പഠിക്കുന്നത്. ഒന്ന് n ഈവൻ ആയാൽ, n ഈവൻ ആണെങ്കിൽ മിഡിൽ ടേം n/2 പ്ലസ് 1th ടേം ആയിരിക്കും. n ഓഡ് ആണെങ്കിൽ അവിടെ രണ്ട് മിഡിൽ ടേം കാണും, n പ്ലസ് 1/2th ടേം ആൻഡ് n പ്ലസ് 3/2th ടേം. എക്സാമ്പിൾ 1. എക്സ്പാൻഡ് 2a plus b by 3 all raised to 6 binomially. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ആ എക്സ്പാൻഷൻ എഴുതി വെക്കുക. x plus a all raised to n. nc0 x raised to n a raised to 0 plus nc1 x raised to n minus 1 a raised to 1 plus nc2 x raised to n minus 2 a raised to 2 plus etc. plus ncn x raised to n minus 1 a raised to n. Then നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യനിലെ എക്സിന്റെയും എയുടെയും ടേംസ് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ എക്സിന്റെ പ്ലേസിൽ എന്താ കൊടുത്തേക്കുന്നത്? 2a. എയുടെ പ്ലേസിൽ എന്താ കൊടുത്തേക്കുന്നത്? b/3 ആൻഡ് എന്നിന്റെ വാല്യൂ 6. Therefore 2a plus b/3 all raised to 6 is equal to ഈ സെയിം എക്സ്പാൻഷനകത്ത് നമ്മൾ എന്നിന് 6ഉം എക്സിന്റെ പ്ലേസിൽ 2aയും ആൻഡ് എയുടെ പ്ലേസിൽ b/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. nc0യിൽ സ്റ്റാർട്ട് ചെയ്ത് ncnൽ അവസാനിക്കുന്ന ഒരു എക്സ്പാൻഷൻ ആണ് ഇത്. അപ്പൊ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? 6. എന്നിന്റെ വാല്യൂ എത്രയാണ്? 6 സ്റ്റാർട്ട് ചെയ്ത് 6c0യിൽ സ്റ്റാർട്ട് ചെയ്ത് 6c6ലാണ് ഈ എക്സ്പാൻഷൻ അവസാനിക്കേണ്ടത്. ഇതെങ്ങനെ എഴുതും നമ്മൾ? 6c0 എക്സിന്റെ പ്ലേസിൽ 2a കൊടുക്കുക, 2a raised to 6. എയുടെ പ്ലേസിൽ b/3 കൊടുക്കുന്നു, b/3 all raised to 0 plus 6c1 2a raised to 6 minus 1 b/3 all raised to 1 plus 6c2 2a raised to 6 minus 2 b/3 all raised to 2 plus 6c3 2a raised to 6 minus 3 b/3 all raised to 3 plus 6c4 2a raised to 6 minus 4 b/3 all raised to 4 plus 6c5 2a raised to 6 minus 5 b/3 all raised to 5 6c6 2a raised to 6 minus 6 b by 3 all raised to 6.
നോക്കുക, എന്നിന്റെ വാല്യൂ 6 ആണ്. സോ 6C0 സ്റ്റാർട്ട് ചെയ്ത് എവിടെ എക്സ്പാൻഷൻ അവസാനിക്കണം? 6C6 എക്സ്പാൻഷൻ അവസാനിക്കണം. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോമ്പിനേഷൻ വാല്യൂ 6C0, 6C1, 6C2, 6C3, 6C4, 6C5, 6C6 ഇതിന്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. 6C0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇതെങ്ങനെ വരും? 1 into 2A all raised to 6. B/3 all raised to 0 എന്ന് പറഞ്ഞാൽ 1. That is any number raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 6C1 ന്റെ വാല്യൂ 6 ആണ്. 6 into 2A all raised to 6 minus 1 എന്ന് പറഞ്ഞാൽ 5 വന്നു. B/3 all raised to 1 പ്ലസ് 6C2 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 into 2A raised to 6 minus 2 എന്ന് പറഞ്ഞാൽ 4. B/3 all raised to 2 പ്ലസ് 6C3 എന്ന് പറഞ്ഞാൽ 20 ആണ്. 20 2A raised to 3. B/3 all raised to 3 പ്ലസ് 6C4 എന്ന് പറഞ്ഞാൽ again 15 ആണ്. 15 2A raised to 6 minus 4 എന്ന് പറഞ്ഞാൽ 2. B/3 all raised to 4 പ്ലസ് 6C5 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 2A raised to 6 minus 5 is 1. B/3 all raised to 5 പ്ലസ് 6C6 ന്റെ വാല്യൂ 1 ആണ്. 1 into 2A raised to 6 minus 6 എന്ന് പറഞ്ഞാൽ 0 into B/3 all raised to 6. Hence the answer. Example 2. Find the seventh term in the expansion of x square plus 2/x all raised to 10. നമ്മളോട് ചോദിച്ചേക്കുന്ന ഒരു പർട്ടിക്കുലർ ടേം ആണ്. അപ്പോൾ ആ ടേം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മുടെ എക്സിന്റെ വാല്യൂ, എയുടെ വാല്യൂ, എന്നിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. എക്സ് ഈസ് സെയിം ആസ് എക്സ് സ്ക്വയർ. എയുടെ പ്ലേസിൽ കൊടുത്തേക്കുന്ന 2/x ആൻഡ് എന്നിന്റെ വാല്യൂ 10. ഇനി സെവൻത് ടേം ആണ് ചോദിച്ചേക്കുന്നത്. സെവൻത് ടേം ചോദിച്ചാൽ നമുക്കിതിനകത്ത് ടേമിന്റെ ഇക്വേഷൻ, ഒരു പർട്ടിക്കുലർ ടേം അല്ല ജനറൽ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് r+1th ടേം. What is r+1th term? NCR x raised to n minus r a raised to r. നമുക്ക് സെവൻത് ടേമിനെ ഈ ഫോമിലോട്ട് മാറ്റണം. r+1th ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6+1th ടേം എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് 6, ഇതിൽ നിന്ന് നമുക്ക് ആറിനൊരു വാല്യൂ കിട്ടും. r ഈസ് സെയിം ആസ്, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ r ഈസ് സെയിം ആസ് 6. ഇനി എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ എക്സിനും എക്കും എന്നിനും ആറിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10C6 എക്സിന്റെ പ്ലേസിൽ എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 10 minus 6 ഇൻറ്റു എയുടെ പ്ലേസിൽ 2/x all raised to 6 which is equal to 10C6 x square all raised to 10 minus 6 is 4 and 2/x raised to all raised to 6 is equal to 10C6 x raised to 2 all raised to 4 എന്ന് പറഞ്ഞാൽ 2 into 4 8 x raised to 8 into 2/x all raised to 6 എന്ന് പറഞ്ഞാൽ what is a by b all raised to n? a raised to n divided by b raised to n. So ആ റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ 2 raised to 6 divided by x raised to 6. നമുക്ക് x raised to 8നെയും 6നെയും ക്യാൻസൽ ചെയ്യാം. ഇവിടെ എന്ത് കിട്ടി? ലാസ്റ്റ് ആൻസർ, ഫൈനൽ ആൻസർ is equal to 10C6 x raised to 2 raised to 6. Hence the result. Next example, example 3. Find the middle term of 2x plus 3/x all raised to n. അപ്പോൾ നമ്മൾ ആദ്യമേ എക്സും എയും എന്നും ഐഡന്റിഫൈ ചെയ്യുക. എക്സിൽ കൊടുത്തേക്കുന്നത് 2x,
എയുടെ പ്ലേസിൽ കൊടുത്തേക്കുന്ന 3/x and n-ന്റെ വാല്യൂ 9. Since n is equal to 9 is odd, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മിഡിൽ ടേം. Therefore middle term is equal to n odd ആണെങ്കിൽ രണ്ട് മിഡിൽ ടേം n plus 1/2 ടേം and n plus 3/2 ടേം. അങ്ങനെ രണ്ട് ടേംസ് ആണ് മിഡിൽ ടേം ആയിട്ട് കിട്ടുന്നത്. ഇനി n-ന് വാല്യൂ കൊടുക്കുക. 9 plus 1/2 ടേം and 9 plus 3/2 ടേം. 9 plus 1 is 10. 10/2 എന്ന് പറഞ്ഞാൽ 5. 5th and 9 plus 3 12. 12/2 6. 6th ടേം. ഇവിടുത്തെ രണ്ട് മിഡിൽ ടൈം 5th ടൈമും 6th ടൈമും. നമ്മൾ 5th ടൈം is equal to നമ്മുടെ ടേംസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ NCR x raised to n minus r a raised to r. So 5th ടൈമിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 plus 1th ടൈം which is equal to NCR x raised to n minus r a raised to r, and here r ന്റെ വാല്യൂ എന്താണ്? 4. n 9 c 4 x ന്റെ പ്ലേസിൽ 2x all raised to 9 minus 4. a യുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 3/x all raised to 4. 9c4 2x raised to 9 minus 4 is 5. 3/x raised to 4. 6th term, which is equal to 5 plus 1th term n 9 c. ഇവിടെ r ന്റെ പ്ലേസിൽ 5 ആണ്. 5 2x raised to 9 minus 5 3/x raised to 5, it is equal to 9c5 2x raised to 9 minus 5 is 4 3/x raised to 5. Hence the result. Example 4. Find the middle term of expansion x plus 2y all raised to 4. x plus 2y all raised to 4 ന്റെ മിഡിൽ ടൈം കണ്ടുപിടിക്കും. നമ്മൾ എല്ലാ ബൈനോമിയൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യമേ എക്സും എയും എന്നും ഐഡന്റിഫൈ ചെയ്യുക. എക്സിന്റെ പ്ലേസിൽ എക്സ് തന്നെ, എയുടെ പ്ലേസിൽ 2y, എന്നിന്റെ വാല്യൂ 4. സിൻസ് n is equal to 4 is even, so middle term is equal to എങ്ങനെ എഴുതാം? n/2 plus 1th term, which is equal to n/2 എന്ന് പറഞ്ഞാൽ 4/2 plus 1th term, which is equal to 4/2 is 2. 2 plus 1th term, that is 3rd term. R plus 1th term is equal to NCR x raised to n minus r a raised to r use ചെയ്യുക. It is equal to third termനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 plus 1 എന്ന് എഴുതാം. സോ ആറിന്റെ വാല്യൂ ഇവിടെ എത്ര കിട്ടും? r is equal to 2 എന്ന് കിട്ടും. ഈ വാല്യൂ ഇവിടെ കൊണ്ട് കൊടുക്കുക. n-ന്റെയും r-ന്റെയും x-ന്റെയും a-യുടെയും വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4c2 x-ന്റെ പ്ലേസിൽ x തന്നെ, 4 minus 2 a-യുടെ പ്ലേസിൽ 2y all raised to 2 equal to 4c2 x square 2y all raised to 2. Hence the